നമസ്കാരം. പാകിസ്ഥാനിൽ കഴുതകളെ കൊണ്ട് നിൽക്കാനും ഇരിക്കാനും പറ്റാത്ത അവസ്ഥയാണ് എന്ന വിവരം പുറത്തു വന്നിരിക്കുകയാണ്. സാമ്പത്തിക വളർച്ച തിരിച്ചടിയായി തുടരുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാനിൽ കഴുതകളുടെ എണ്ണം കുതിച്ചുയരുന്നു എന്നാണ് റിപ്പോർട്ട്. 2023-24 പാകിസ്ഥാൻ സാമ്പത്തിക സർവേയിൽ രാജ്യത്തെ കഴുതകളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവ് കാണിച്ചു. ഇത് 5.9 ദശലക്ഷത്തിലെത്തി. ഇത് മുൻ സാമ്പത്തിക വർഷത്തേക്കാൾ 1.72% വളർച്ചയാണ്. കഴുതകളുടെ എണ്ണത്തിൽ ഈ വർധനവുണ്ടായിട്ടും പാകിസ്ഥാന്റെ മൊത്തത്തിലുള്ള സാമ്പത്തിക വളർച്ചാ പ്രതീക്ഷകൾ നിറവേറ്റുന്നതിൽ പരാജയപ്പെട്ടു എന്നൊരു വിരോധാഭാസം കൂടി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. പാകിസ്ഥാനിലെ കഴുതകളുടെ പ്രാധാന്യം ചെറുതല്ല. കാരണം പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയിൽ പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ കഴുതകൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ചരക്കുകളുടെയും ആളുകളുടെയും ഗതാഗതം, കൃഷി, നിരവധി കുടുംബങ്ങളുടെ ഉപജീവന മാർഗം എന്നിങ്ങനെ വിവിധ ജോലികൾക്കായിട്ട് അവയെ ഉപയോഗിക്കുന്നുമുണ്ട്. കഴുതകൾ അവയുടെ ശക്തി, വിശ്വാസ്യത, ദുർഘടമായ ഭൂപ്രദേശങ്ങളിൽ സഞ്ചരിക്കാനുള്ള കഴിവ് എന്നിവയാൽ വിലമതിക്കപ്പെടുന്നുണ്ട്. ഇത് ചില വ്യവസായങ്ങൾക്കും കമ്മ്യൂണിറ്റികൾക്കും പ്രത്യേകിച്ച് ആധുനിക ഗതാഗത ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് കുറവുള്ള പ്രദേശങ്ങളിൽ അവയെ ഒഴിച്ചുകൂടാനാകാത്തതാക്കുന്നു. അതുകൊണ്ട് തന്നെ സാമ്പത്തിക സർവേയിൽ എടുത്തു കാണിച്ച കഴുതകളുടെ എണ്ണത്തിലുള്ള വർധനവ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ അതിന്റെ പ്രാധാന്യവും പ്രസക്തിയും സൂചിപ്പിക്കുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ കഴുതകളുടെ എണ്ണം കൂടുതലുള്ള പാകിസ്ഥാനാണ് എത്യോപ്യയ്ക്കും സുഡാനും പിന്നിൽ. കഴിഞ്ഞ 5 സാമ്പത്തിക വർഷങ്ങളിലെ കണക്കുകൾ കാണിക്കുന്നത് ഭാരമുള്ള മൃഗങ്ങളുടെ എണ്ണം ക്രമാനുഗതമായി വർദ്ധിച്ചു എന്നതാണ്. ഓരോ വർഷവും 1 ലക്ഷത്തോളം പേർ കൂടി വരുന്നു എന്നതാണ്. മൃഗങ്ങളെ വളർത്തുന്നത് പാകിസ്ഥാന്റെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ്. 80 ലക്ഷത്തിലധികം ഗ്രാമീണ കുടുംബങ്ങൾ കന്നുകാലി ഉൽപാദനത്തിൽ ആഴത്തിൽ ഏർപ്പെട്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പാകിസ്ഥാനിൽ കഴുതകളുടെ എണ്ണം ഇങ്ങനെ കൂടുന്നതിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് വേറെ ആരുമല്ല, ചൈനയാണ്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ കഴുതകളെ ചൈനയിലേക്ക് കയറ്റുമതി ചെയ്യാൻ പാകിസ്ഥാൻ പദ്ധതിയിടുന്നുണ്ട് എന്നുള്ളതാണ്. വിൽപ്പനയിലൂടെ ദശലക്ഷക്കണക്കിന് വരുമാനം നേടാനാണ് പാകിസ്ഥാന്റെ ഒരു ലക്ഷ്യമെന്നത്. അങ്ങനെയാണെങ്കിലും മരുന്നുണ്ടാക്കുന്നതിനായിട്ട് ദശലക്ഷക്കണക്കിന് കഴുതകളെ കൊല്ലുന്ന ചൈനയ്ക്ക് ഇതൊരു വലിയ അനുഗ്രഹം തന്നെയാണ്. എജിയാവോ എന്ന പരമ്പരാഗത ഔഷധമുണ്ടാക്കാൻ ചൈനക്കാർ കഴുതയുടെ തൊലിയിലെ ജലാറ്റിൻ ഉപയോഗിക്കുന്നുണ്ട്. ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതും യുവാക്കളെ സംരക്ഷിക്കുന്നതുമായ പ്രോപ്പർട്ടികൾ ഉണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്ന എൻജിയാവോയ്ക്ക് ചൈനയിൽ വലിയ ഡിമാൻഡുമുണ്ട്. രാജ്യത്തെ കഴുതകളുടെ എണ്ണം 90കളിൽ 1.1 കോടി ആയിരുന്നത് 2021-ൽ 20 ലക്ഷത്തിൽ താഴെയായി കുറഞ്ഞു എന്നതാണ് പ്രശ്നം. ഇവിടെയാണ് പാകിസ്ഥാൻ പണമുണ്ടാക്കാനുള്ള ഒരു അവസരം കണ്ടെത്തിയത്. ഇത് 2 രാജ്യങ്ങൾക്കും നേട്ടം തന്നെയാണ്. പാകിസ്ഥാൻ കഴുതകളെ ഇറക്കുന്നതിനാൽ ഇത് ചൈനയിലെ എജിയാവോ വ്യവസായത്തെ വലിയ രീതിയിൽ പിന്തുണയ്ക്കും. നമുക്കറിയാം, സാമ്പത്തിക വളർച്ചാ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ പാകിസ്ഥാൻ നിരവധി വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ഈ സാമ്പത്തിക വർഷത്തിൽ സമ്പദ് വ്യവസ്ഥ 2.4% വളർച്ച കൈവരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് ഏറ്റവും പുതിയ സാമ്പത്തിക സർവേയിൽ പ്രസ്താവിച്ചതുപോലെ സർക്കാരിന്റെ ലക്ഷ്യമായ 3.5%-ത്തേക്കാൾ കുറവാണ് എന്നതാണ് മറ്റൊരു കാര്യം. ഉയർന്ന പണപ്പെരുപ്പ നിരക്കും സുസ്ഥിരമല്ലാത്ത ധനക്കമ്മിയും ബിസിനസ് പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുമ്പോൾ നിക്ഷേപകരുടെ ആത്മവിശ്വാസത്തെ അത് വലിയ രീതിയിലാണ് ദുർബലപ്പെടുത്തിയത്. തീവ്രവാദവും കലാപവും പോലെയുള്ള സുരക്ഷാ വെല്ലുവിളികൾ വിതരണ ശൃംഖലയെ തടസ്സപ്പെടുത്തുകയും സുരക്ഷയുമായി ബന്ധപ്പെട്ട ചിലവുകൾ വർദ്ധിപ്പിക്കുകയും വികസനത്തെ കൂടുതൽ തടസ്സപ്പെടുത്തുകയും ചെയ്തു. അപര്യാപ്തമായ അടിസ്ഥാന സൗകര്യങ്ങളും കാര്യക്ഷമമല്ലാത്ത റോബിയോക്രസിയും പോലെയുള്ള ഘടനാപരമായ ബലഹീനതകളും ഉൽപാദനക്ഷമതയെ പരിമിതപ്പെടുത്തുകയും സാമ്പത്തിക വികാസത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. പാകിസ്ഥാൻ സാമ്പത്തിക സർവേയുടെ അനാച്ഛാദന വേളയിൽ ധനമന്ത്രി മുഹമ്മദ് ഔറംഗസേബ് വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങൾ കാരണം മുൻ ബജറ്റിൽ നിശ്ചയിച്ചിരുന്ന മിക്ക ലക്ഷ്യങ്ങളിലും സമ്പദ് വ്യവസ്ഥ പരാജയപ്പെട്ടതായി വെളിപ്പെടുത്തി എന്നതും അടിവരയിട്ട് പറയണം. പാകിസ്ഥാനിലെ കഴുതകളുടെ എണ്ണം വരെ ഉയരുമ്പോഴും രാജ്യം GDP വളർച്ചാ ലക്ഷ്യം കാണാതെ പോകുന്നു എന്നതാണ് ആക്ഷേപകരമായ കാര്യം. കാർഷിക സാമ്പത്തിക സൂചകങ്ങൾ തമ്മിലുള്ള അസമത്വമാണ് സർവേയുടെ കണ്ടെത്തലുകൾ ഉയർത്തിക്കാട്ടുന്നത്. കഴുതകളുടെ എണ്ണത്തിലെ വർധനവ് ഗ്രാമീണ കാർഷിക മേഖലകളിലെ ചില പോസിറ്റീവ് പ്രവണതകളെ പ്രതിഫലിപ്പിക്കുമെങ്കിലും വിശാലമായ സാമ്പത്തിക വളർച്ചാ അളവുകോലുമായി ഇത് തികച്ചും വ്യത്യസ്തമാണ്. സമ്പദ് വ്യവസ്ഥയുടെ മോശം പ്രകടനം പാകിസ്ഥാൻ അതിന്റെ വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ നേരിടുന്ന വെല്ലുവിളികളെ എടുത്തു കാണിക്കുന്നുണ്ട്. പ്രവചിക്കപ്പെട്ടതും യഥാർത്ഥ സാമ്പത്തിക വളർച്ചയും തമ്മിലുള്ള അന്തരം രാജ്യത്തിന്റെ സാമ്പത്തിക പാതയെ അതിന്റെ ലക്ഷ്യങ്ങളുമായി വിന്യസിക്കാൻ ശ്രദ്ധ ആവശ്യമുള്ള വിവിധ മേഖലകളിലെ സാധ്യതയുള്ള പ്രശ്നങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. എന്തായാലും കഴുതകളുടെ എണ്ണം കൂടുന്നത് പോലെ തന്നെ പാകിസ്ഥാൻ സമ്പദ് വ്യവസ്ഥയും മാറ്റിപ്പിടിക്കാൻ അല്ലെങ്കിൽ വളർച്ചയിലേക്ക് എത്തിക്കുവാൻ ഭരണകൂടത്തിന് കഴിയുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.